ഇന്ന് നമുക്കൊരു ഫ്ലോറൽ ലെറ്റർ എംബ്രോയിഡറി ചെയ്തെടുക്കാം. ഞാൻ ഇതിനു മുന്നേ ഇതുപോലുള്ള 2-3 ലെറ്റർ എംബ്രോയിഡറിയുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അന്ന് എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ലെറ്ററാണിത്. അപ്പോൾ ഏകദേശം ഇതുപോലത്തെ ഒരു പാറ്റേൺ ആണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ മെറ്റീരിയൽ ഞാൻ എൽ എന്നുള്ള ലെറ്റർ ഈ ഒരു രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ബുള്ളിയൻ നോട്ട് സ്റ്റിച്ചാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. 12 സ്റ്റാൻസിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ത്രെഡിൻ്റെ ഡാർക്ക് ഷെയ്ഡിലും ലൈറ്റ് ഷെയ്ഡിലുള്ള ത്രെഡാണ് ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. 3 ലെയേഴ്സിലുള്ള ഒരു ഫ്ലവറാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ലെയറിൽ ഒരു പെറ്റലും അടുത്ത ലെയറിൽ 3 പെറ്റൽസും അതിനടുത്ത ലെയറിൽ 6 പെറ്റൽസും വീതം വരുന്ന ഒരു ഫ്ലവറാണ് ഞാൻ ആദ്യം ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു സൈസിലുള്ള ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് ഓരോ പെറ്റൽസും ചെയ്തെടുക്കുമ്പോഴും നീഡിൽ ഇതുപോലെ ത്രെഡിനെ 7-8 തവണയാണ് ചുറ്റിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഫ്ലവർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 2 ലെയേഴ്സ് വീതം വരുന്ന 2 ഫ്ലവറൂടെയാണ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ആദ്യത്തെ ലെയറിൽ 2 പെറ്റൽസും അതിനടുത്ത ലെയറിൽ 6 പെറ്റൽസും വീതം വരുന്ന ഫ്ലവറാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ടും ഞാൻ ഇതുപോലെ 2 കളർ ഷെയ്ഡിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. 12 സ്റ്റാൻസിൽ തന്നെയാണ് ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ടും ത്രെഡ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഫ്ലവേഴ്സ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 3 ചെറിയ ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കാനുള്ളത്. ഇതുപോലെ 3 പെറ്റൽസ് മാത്രം വരുന്ന 3 ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കാനുള്ളത്. ഇതുപോലെ തന്നെ 12 സ്റ്റാൻസിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവറോട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ലീഫുകൾ ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്രീൻ കളറിലുള്ള ത്രെഡിൻ്റെ 2 ഷെയ്ഡുകളാണ് ലീഫുകൾ ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ലീഫുകൾ ആദ്യം ചെയ്തെടുക്കാം. ഈ ഒരു ലീഫ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 6 സ്റ്റാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇനി ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ലീഫുകളാണ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഈ ഒരു ലീഫ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 4 സ്റ്റാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റെമ്മാണ് ചെയ്തെടുക്കാനുള്ളത്. ഞാനിവിടെ കുറച്ച് നൈസായിട്ടുള്ള സ്റ്റെമ്മാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 സ്റ്റാൻഡ്സിൽ മാത്രമാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇതുപോലെ സ്റ്റെം ചെയ്തെടുത്തതിന് ശേഷം ലീഫുകൾ ചെയ്തെടുക്കാം. ഞാനിവിടെ ലീഫുകൾ ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു ഗ്യാപ്പിൽ മാത്രമാണ് സ്റ്റെം ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ലീഫുകളുടെ ഇടയിൽ കുറച്ച് നോട്ടുകളാണ് ചെയ്ത് കൊടുക്കാനുള്ളത്. ലോങ് ഫ്രഞ്ച് നോട്ടും യൂസ് ചെയ്തിട്ടുള്ള നോട്ടുകൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോട്ടുകൾ ചെയ്തെടുക്കാനായിട്ട് ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുള്ള പിങ്ക് ഷെയ്ഡിലുള്ള ത്രെഡും ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള ത്രെഡുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 4 സ്റ്റാൻഡ്സിലും 6 സ്റ്റാൻഡ്സിലും ത്രെഡ് എടുത്തിട്ടുള്ള നോട്ടുകൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്